അനിലേ സാർ കരയണ്ട, ഫോൺ പറക്കും. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാർ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വഴക്കുമായോ? അയ്യോ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ ഈ കുട്ടിയെ ഇപ്പം കണ്ടതേ ഉള്ളൂ. ഇയാളെന്തിനാ ഈ കുട്ടിയെ കരയിപ്പിച്ച്? ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല സാറേ. എൻ്റെ അടുത്ത് കോൾ ചെയ്യാൻ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലേ? ആണോ മോളെ? അത്രേ ഉള്ളൂ. ഇയാൾ വല്ല ഇടങ്ങേറും കാണിച്ചോ? അതെ സാറേ, വേണ്ട ഞാൻ പറയില്ല. SP രാജ്കുമാർ സാർ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. ആര്? SP രാജ്കുമാർ. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ സാറിന്റെ ഫ്രണ്ട് ആരാണെന്ന്. എല്ലാ കാശുകാരന്മാർക്കും ഒരു ധാരണയുണ്ട്. ഏതെങ്കിലും ഒരു SP യുടെ പേര് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങ് പേടിച്ചു പോകും. ആ ഗണത്തിൽപ്പെട്ട ആളല്ല ഈ SI മധുബാബു. മനസ്സിലായ? ആ കാറും കോട്ടും കണ്ടോ, വലിയ പുള്ളി എന്നാ തോന്നുന്നത്. അയ്യപ്പനും കോശം പോലെ ആവാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാല്ലേ? സൂക്ഷിക്കണം. മോളെ, മോളുടെ പ്രശ്നം പറ. ഈ അങ്കിളിനോട് പറ. കുഴപ്പമില്ല സാർ. അല്ല അങ്കിള്, ഈ ചേട്ടൻ എനിക്ക് ഫോൺ ഹെൽപ്പ് ചെയ്താ. കണ്ടോ സാറേ? പിന്നെന്തിനാണ് മോള് കരഞ്ഞത്? എന്നിട്ട് കല്യാണം നടക്കേണ്ടായിരുന്നു. പക്ഷെ ചെക്കൻ വന്നില്ല. ഇവിടെ തിരുവനന്തപുരത്തുണ്ട് ആള്. അവനെന്തോ പ്രശ്നപ്പെട്ടിരിക്കാന്ന് എനിക്കറിയാം. അല്ലാതെ സിജൻ എന്നോട് ഇങ്ങനെ ചെയ്യൊന്നുമില്ല. ഒളിച്ചോട് മാത്രം എന്തുണ്ടായെന്ന് എനിക്കറിയണ്ടേ. എനിക്ക് അവനെ കണ്ടുപിടിക്കണം. ചേടാ, ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എന്റെ മൂഡ് പോയി സാറേ. മൂഡ് പോയെന്നോ?